നമസ്കാരം. ഈ ഉപദേശം എന്ന് പറയുമല്ലോ, ഉപദേശം അർഹത ഇല്ലാത്തവർക്ക് ഉപദേശിച്ച് സമയം കളയരുത്, സമയം പാഴാക്കി കളയരുത്. അങ്ങനെയാണ് വേദപ്രമാണം. അപ്പൊ അർഹത എന്താന്ന് ചോദിച്ചാൽ അന്ധക്കരണ ശുദ്ധിയാണ് അർഹത. അപ്പൊ ശാസ്ത്രവിധികൾ അനുഷ്ഠിക്കുമ്പോൾ അനുഷ്ഠാനം ചിത്തശുദ്ധിക്ക് വേണ്ടിയിട്ടാണ്. ആചാരാനുഷ്ഠാനങ്ങളൊക്കെ ചിത്തശുദ്ധിക്ക് വേണ്ടിയിട്ടാണ്. അപ്പൊ ഈ ആന്തരികമായ ആത്മീയ ഉയർച്ചയ്ക്ക് വേണ്ടിയായിരിക്കണം ആചാര അനുഷ്ഠാനങ്ങൾ. അതിനു വേണ്ടിയാണ് എന്ന് അറിയണം, അതിനു വേണ്ടിയിട്ടാണെന്ന് അറിയണം. അങ്ങനെ അറിയുമ്പോൾ ആ അറിവ് കൊണ്ട് അച്ചടക്കം, സംയമനം, സരളത അങ്ങനെ തുടങ്ങിയ അതെല്ലാം ഉണ്ടാകുമ്പോൾ ഉപദേശിക്കാം. അങ്ങനെ ഉണ്ടായിക്കഴിഞ്ഞാൽ ഉപദേശിക്കാം എന്നാണ് വിധി, അല്ലേ? അപ്പൊ ഈ തത്വം പ്രത്യക്ഷമായി സാക്ഷാത്കരിച്ച് അനുഭവിക്കുന്ന ബ്രഹ്മനിഷ്ഠന്മാർക്ക് ഉപദേശിക്കാൻ സാധിക്കുള്ളൂ. അവർക്കേ ഉപദേശിക്കാൻ സാധിക്കുള്ളൂ. രണ്ട് വിധത്തിലുള്ള ജ്ഞാനമുണ്ട്. ഒന്ന് യുക്തിവിചാരം ചെയ്ത് ഉണ്ടാക്കിയെടുത്ത, യുക്തിവിചാരം ചെയ്ത് സിദ്ധിച്ച ബുദ്ധിക്ക് ഉണ്ടാകുന്ന വസ്തുബോധമാണ് പരോക്ഷ ജ്ഞാനം. മറ്റൊന്ന് വസ്തുവിനെ സ്വയം സാക്ഷാത്കരിച്ച് ജ്ഞാനാനുഭവമാണ്. സ്വയം സാക്ഷാത്കരിച്ച ആ ജ്ഞാനാനുഭവമാണ് അപരോക്ഷ ജ്ഞാനം. ഈ അപരോക്ഷ ജ്ഞാനിയാണ് തത്വദർശിന്ന് ഭഗവാൻ പറയുന്നുണ്ട്. അപ്പൊ വാക്കിനും മനസ്സിനും അതീതമായ പരമസത്യം, വാക്കിനും മനസ്സിനും അതീതമായിട്ടുള്ള പരമസത്യം വ്യക്തമായി ജിജ്ഞാസുവിന്, അതായത് ആഗ്രഹമുള്ളവർക്ക് ഉപദേശിച്ചു കൊടുക്കാനായിട്ട് പരോക്ഷജ്ഞാനിക്ക് സാധ്യമല്ല. അപ്പൊ അതേപോലെ മനുഷ്യനെ ഉപദേശിച്ചാലും പ്രയോജനം ഉണ്ടാവില്ല. കാരണം മനുഷ്യനെ വിശ്വസിക്കാൻ പ്രയാസമാണ്. അവനവനെ പോലെ, തന്നെ പോലെയാണല്ലോ എന്ന് വിചാരിക്കും, അല്ലേ? എന്നെ മാതിരി തന്നെയാണല്ലോ എന്ന് വിചാരിക്കും. അപ്പൊ അതുകൊണ്ട് ചില കാര്യങ്ങൾ ചില മനുഷ്യർ പറയുമ്പോൾ കേൾക്കില്ല, അതേമാതിരി വിശ്വസിക്കില്ല, അതേമാതിരി പ്രവർത്തിക്കില്ല. പക്ഷേ അതേ കാര്യങ്ങൾ ചില മനുഷ്യർ പറഞ്ഞു കഴിഞ്ഞാൽ പറയുമ്പോൾ കേൾക്കും, വിശ്വസിക്കും, പ്രവർത്തിക്കും. ഈ ഉപദേശിക്കുന്ന വ്യക്തിയെ മനുഷ്യനായിട്ടാണ് കാണുന്നതെങ്കിൽ, അല്ലെ, അങ്ങനെയാ കാണണമെങ്കിലോ ഉപദേശം ഫലിക്കില്ല. ഈ ഭഗവത്ഗീത 4-ാം അധ്യായം 34-ാമത്തെ ശ്ലോകത്തിൽ ഭഗവാൻ പറയണു,
തദ്വിദ്ധി പ്രണിപാതേന പരിപ്രശ്നേന സേവയാ ഉപദേശ്യന്തി തേ ജ്ഞാനം ജ്ഞാനിനസ്തത്വദർശിനഃ. ജ്ഞാനിന തത്വദർശിനഃ. അപ്പൊ സത്യം വ്യക്തമായിട്ട് ഗ്രഹിക്കണമെങ്കിൽ ബ്രഹ്മനിഷ്ഠനായ ഗുരുവിനെ തന്നെ സമീപിക്കണം. സത്യം വ്യക്തമായി അറിയണമെന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള ഗുരുവിനെ സമീപിക്കണം. ഗുരുവിനെ സാഷ്ടാംഗം നമസ്കരിച്ച് ചോദ്യങ്ങളെല്ലാം ചോദിച്ച് ശുശ്രൂഷയൊക്കെ ചെയ്ത് പ്രസാദിപ്പിക്കണം. അപ്പൊ ശിഷ്യന്റെ അർഹത വെളിപ്പെടുത്താനുള്ള ഒരു ഉപായമാണതൊക്കെ. ഇങ്ങനെയെല്ലാം ചെയ്യുന്നത്, ഈ ശുശ്രൂഷയെല്ലാം ചെയ്യുന്നത്. അപ്പൊ ഉപദേശിക്കുന്നത് ഗുരുസ്ഥാനീയനാണെന്ന് അറിഞ്ഞാലേ ഉപദേശത്തിന് ബലപ്രാപ്തി ഉണ്ടാവുള്ളൂ. ഗുരുസ്ഥാനീയനാണെന്ന് അറിയണം. ഉപസമീപേ ദിശതി ഇതി ഉപദേശഃ. ഉപസമീപേ ദിശതി ഇതി ഉപദേശഃ. ഈ ദൂരെ എവിടെയോ വൈകുണ്ഠത്തിലാണ് അല്ലെങ്കിൽ കൈലാസത്തിലാണ്, അങ്ങനെ വിചാരിച്ചു കൊണ്ടിരിക്കുന്നുണ്ടല്ലോ നമ്മൾ. ഭഗവാൻ അവിടെയാണ്, ചൈതന്യം ദൂരെ എവിടെയോ ആണെന്ന് അങ്ങനെ വിചാരിച്ചു കൊണ്ടിരിക്കുന്ന ആ പരമചൈതന്യം കൂടെ അടുത്ത് അതുതന്നെ അതായിട്ട് അതാണ് എന്ന് ബോധിപ്പിച്ച് ആ ബോധത്തിൽ നിന്നും വിട്ടുമാറാതെ അങ്ങനെ ബോധിപ്പിക്കുമല്ലോ. ബോധിപ്പിച്ച ശേഷം ആ ബോധത്തിൽ നിന്നും ആ അറിവിൽ നിന്നും വിട്ടുമാറാതെ അതായിട്ട് നിർത്താൻ ഉള്ള ജ്ഞാനമാണ് ഉപദേശം. അങ്ങനെ കൂടെയുള്ള ആ ഭഗവത് സ്വരൂപത്തിനെ അറിയാനുള്ള ഭാഗ്യം, ഉപദേശത്തിനാൽ അറിയാനുള്ള ഭാഗ്യം ഓരോരുത്തർക്കും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കണം. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം.